அடிமாலி டவுனில் பஞ்சாயத்து டவுன் ஹாலின் அருகே சாலையில் ஓடிக்கொண்டிருந்த பேருந்தின் முன்பகுதியில் மரம் ஒடிந்து விழுந்ததில் பேருந்து பயணிகள் காயமடைந்தனர். சாலையோரத்தில் இருந்த பெரிய மரம்தான் சரிந்து விழுந்தது. மதியம்தான் விபத்து நடைபெற்றது. அடிமாலி பகுதிக்கு வந்து கொண்டிருந்த தனியார் பேருந்தின் முன்பகுதியில் தான் மரம் சாய்ந்து விழுந்தது. மரம் விழுந்ததை தொடர்ந்து பேருந்தின் முன்பகுதியின் கண்ணாடி உடைந்தது. ராஜாக்காடு பகுதியைச் சேர்ந்த பயணிக்கு காயங்கள் ஏற்பட்டன. இவரை முதன்மை சிகிச்சைக்காக அடிமாலி தாலுகா மருத்துவமனைக்கு மாற்றியுள்ளனர். அடிமாலி தீயணைப்பு துணை வந்து சம்பவ இடத்தில் இருந்த மரத்தை நீக்கம் செய்யும் நடவடிக்கையில் ஆரம்பித்தனர். தொடர்ந்து மரம் அங்கிருந்து வெட்டி நீக்கம் செய்யப்பட்டது. വണ്ടി വന്ന വഴിക്ക് കാറ്റ് വീശി വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് മരം വീണത്. ഇതിൽ ഒരു ചേച്ചിക്ക് ചില്ല് ചേച്ചിന് ഇവിടെ ചെറിയതായിട്ട് ഇപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അയച്ചു വിട്ടാവുള്ളൂ. അടിമാലി ബസ് കടന്നു വരുമ്പോൾ ഈ മരം പെട്ടെന്ന് ബസ്സിന് മുമ്പിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. തലനാരിയുടെ വ്യത്യാസത്തിലാണ് വലിയൊരു ദാരുണമായ അപകടം ഒഴിവായത്. ഇത് ഫോറസ്റ്റുകാരുടെ അനാസ്ഥ മൂലമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഓട്ടോറിക്ഷയുടെ പുറത്തേക്ക് ഇതേ മരത്തിൻ്റെ കമ്പ് വീണ് ഓട്ടോറിക്ഷയ്ക്ക് പരിക്ക് പറ്റിയിട്ടുള്ളതായിരുന്നു. അന്നിവിടെ നാട്ടുകാരെല്ലാം ഒന്നടങ്കം ആവശ്യപ്പെട്ടതാണ് ഇത് വെട്ടിമാറ്റണമെന്ന്. ഫോറസ്റ്റുകാർ അതിന് തയ്യാറാവാതിരുന്നതിനാലാണ് ഇപ്പോൾ വലിയൊരു ദുരന്തമുണ്ടായിരിക്കുന്നത്. ഏതായാലും ദൈവാനുഗ്രഹത്താൽ വണ്ടിയുടെ ഡ്രൈവറുടെയും വണ്ടിയിലെ യാത്രക്കാരുടെയും ഒക്കെ വലിയ ഭാഗ്യം കൊണ്ടാണെന്ന് കരുതുന്നു. ആ വലിയൊരു ദാരുണമായ അപകടം ഒഴിവാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോറസ്റ്റുകാരുടെ അനാസ്ഥ മാറ്റിവെച്ചുകൊണ്ട് ഈ വഴിയോരങ്ങളിൽ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന മുഴുവൻ മരങ്ങളും വെട്ടിമാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. சாலையோரத்தில் அடிப்பகுதி மச்சுப்போன நிலையில்தான் இந்த மரம் இருந்தது. இந்த மரம் தான் வேரோடு சாய்ந்து ஓடிக்கொண்டிருந்த பேருந்தின் மீது விழ காரணம். അടിമാലി കുമളി ദേശീയപാതയിൽ ഇന്ന് ഒരു വൻമരം കടപുഴകി വീണ ബസ്സിന് മുകളിലേക്കാണ് വീണത്. ഇതേ മരം തന്നെ കഴിഞ്ഞ ആഴ്ചയും ഇവിടെ ഒരു ഓട്ടോറിക്ഷയുടെ മുകളിൽ വീണ് ഓട്ടോറിക്ഷക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അന്ന് പഞ്ചായത്തും ട്രീ കമ്മിറ്റിയും കൂടി ഈ മരം വെട്ടിമാറ്റുന്നതിന് ഫോറസ്റ്റിന് റിപ്പോർട്ട് നൽകിയതാണ്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അനാസ്ഥ മൂലമാണ് ഈ മരം ഇപ്പോൾ ഇവിടെ ഒഴിഞ്ഞു വീണത്. ഈ കാറ്റും മഴയും പെയ്തുകൊണ്ട് ഈ സമയത്ത് ഈ മരം വെട്ടിമാറ്റണമെന്ന് പല പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറഞ്ഞിട്ടും ഇത് ഫോറസ്റ്റുകാർ ഇത് വെട്ടിമാറ്റിയില്ല. ഇന്ന് ഈ മരം കടപുഴകി വൻ ജീവനുകൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അത്ഭുതകരമാണ്. ഫോറസ്റ്റിന് അനാസ്ഥയെ അന്വേഷണം നടത്തി അവർക്ക് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. பேருந்தின் முன்பகுதியில் மரம் விழுந்ததின் காரணமாக பேராபத்து தவிர்க்கப்பட்டது. சில தினங்களுக்கு முன்பு இதே மரத்தின் பெரிய கிளை ஆட்டோ ரிக்ஷாவின் மேல் பகுதியில் விழுந்திருந்தது. காயங்களுடன் ஆட்டோ ரிக்ஷா பயணி உயிர் தப்பினார். அன்று முதல் இந்த மரத்தை நீக்கம் செய்ய வேண்டும் என்று வாகன பயணிகளும் பொதுமக்களும் கோரிக்கை முன்வைத்தார்கள் என்றாலும் மரம் வெட்டி மாற்றாததை தொடர்ந்துதான் இன்றைய தினம் விபத்திற்கு காரணமாக மாறியது. സമയങ്ങളിൽ നമ്മൾ രേഖാമൂലം വാക്കാൽ മുഖേന എൻഎച്ചിനെ അറിയിച്ചിട്ടുള്ളതാണ്. അപകട ഭീഷണി നിൽക്കുന്ന എല്ലാ മരങ്ങളും വെട്ടിമാറ്റണമെന്ന്. അത് ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഒരു ഓട്ടോയുടെ മുകളിലേക്ക് മരം ചാടി അപകടം വന്നിട്ടുണ്ട്. അതുപോലെ ഇന്നും ബസ്സിൻ്റെ മുകളിലേക്ക് വന്ന ആ ഡ്രൈവർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഈ എൻഎച്ചിൻ്റെ ഇതുപോലെയുള്ള അനാസ്ഥയ്ക്ക് എതിരായിട്ട് പഞ്ചായത്ത് ഇനിയും മുമ്പോട്ട് പോകുന്നതാണ്. ഇനിയൊരു അപകടം വരാതിരിക്കുന്നതിന് വേണ്ടി ഇനിയും ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.